സഹനാവവതു സഹനൗ പുനഃതു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. 7-ാം അധ്യായം 6-ാമത്തെ ലൈൻ എടുക്കണ്ടേ? അതെ അതെ. പഞ്ചമസ്കന്ധം 7-ാം അധ്യായം 6-ാമത്തെ ശ്ലോകം. പംപ്രജൽസു നാനായോഗേഷു വിരച്യതാംഗക്രിയേഷു അപൂർവം യത്തത്ക്രിയാഫലം ധർമാഖ്യം പരേ ബ്രഹ്മണി യജ്ഞമൃഷേ സർവ ദേവതാലിംഗാനാം മന്ത്രാണാം അർത്ഥനിയാമകതയാ സാക്ഷാത്കർത്തരി പരദേവതായ ഭഗവതി വാസുദേവേവ ഭാവയമാന ആത്മനൈഗുണ്യമത്തകഷായോ ഭവിഷ്വദ്വ്യുഭ്യമാനേഷു യജമാനോ യജ്ഞഭാജോ ദേവാം താൻ പുരുഷാവേവേഷു. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത് ഈജേച്ച ഭഗവന്തെന്നാണ്. ഭഗവാനെ ഉദ്ദേശിച്ച് യജ്ഞം ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് യജ്ഞവും കൃതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിത്യേന ചെയ്യേണ്ടത്, ഫോമയജ്ഞം, ചാതുർമാസ്യം, ഇങ്ങനെ കുറെ എണ്ണത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെ അതാത് അവസരത്തിൽ ഇങ്ങനെയുള്ള ഓരോ കർമ്മങ്ങൾ കൊണ്ട് ഭഗവാനെ അദ്ദേഹം പൂജിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു വിവരണം നൽകുക. സംപ്രചൽസു നാനായാഗേഷു, പലതരത്തിലുള്ള യാഗങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കെ, നാനായാഗേഷു സംപ്രചരത്സു, നാനാവിധത്തിലുള്ള യാഗങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കെ വിരചിത അംഗക്രിയേഷു, അംഗക്രിയകൾ വിരചിതങ്ങളായിരിക്കുമ്പോൾ, അതായത് ഓരോരോ അംഗങ്ങളാകുന്ന ക്രിയകൾ യജ്ഞത്തിലുണ്ട്. യജ്ഞത്തിന് അനേകം അംഗങ്ങളുണ്ട്, അവയവങ്ങൾ, ഭാഗങ്ങൾ. ഒരു ഭാഗം കഴിഞ്ഞെടുത്ത് അത് കഴിഞ്ഞെടുത്ത് അത് കഴിഞ്ഞെടുത്ത് എന്നിങ്ങനെ ചിട്ടയുണ്ട്, വ്യവസ്ഥയുണ്ട്. അങ്ങനെ അതാത് അംഗക്രിയകൾ ഓരോ യാഗങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കെ സംപ്രചൽസു നാനായാഗേഷു വ്യക്തിത അംഗക്രിയേഷു, അതെല്ലാം സപ്തമിയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ അപൂർവം എത്തത് ക്രിയാഫലം ധർമാഖ്യം, അപൂർവം എത്തത് ക്രിയാഫലം, ഇങ്ങനെ യജ്ഞാദികളായ ക്രിയയുടെ ഫലത്തിന് മീമാംസകന്മാർ കൊടുക്കുന്ന പേരാണ് അപൂർവം എന്ന്. മീമാംസ പഠിക്കുമ്പോൾ അറിയാം യജ്ഞഫലം എന്താന്ന് ചോദിച്ചാൽ അപൂർവം എന്നൊരു ഏജന്റിനെ കൽപ്പിച്ചിട്ട് അതിൽ നിന്നുമാണ് ഈ ഫലം കിട്ടാൻ പോകുന്നത് എന്ന് മീമാംസ നമ്മെ പഠിപ്പിക്കാറുണ്ട്. അപ്പം അതാണ് അപൂർവം ക്രിയാഫലം. അപൂർവമായ വിധിക്കപ്പെട്ട, മീമാംസയിൽ വിധിക്കപ്പെട്ട യാതൊരു ക്രിയാഫലമാണോ അത് ധർമാഖ്യം, ധർമ്മം എന്നാണ് അതിന്റെ പേര്. ധർമ്മം എന്ന പേരോട് കൂടിയ ഒരു ക്രിയാഫലത്തെ, അപ്പൊ യജ്ഞക്രിയകളിലൊക്കെ ഫലം ധർമ്മത്തെ വേണ്ട വിധത്തിൽ നടത്തിക്കൊണ്ടുപോവുക. ധർമ്മം എന്ന് പറയുന്നത് ഫംഗ്ഷനുകളാണ്, അതാതുകളുടെ. പഞ്ചഭൂതങ്ങളിലെ ധർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കപ്പെടണം. ആ പഞ്ചഭൂതങ്ങളെ ഉപജീവിച്ചു കഴിയുന്ന നാനാതരം ജീവജാലങ്ങളുടെയും ക്രിയകൾ യഥാവിധി നടന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ വേണ്ടതുപോലെ അവരവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരുന്നാൽ അതിന് പേര് ധർമ്മം എന്നാണ്. യജ്ഞം ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ധർമ്മപ്രവർത്തനങ്ങൾ വേണ്ടതുപോലെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അല്ലെങ്കിൽ അതൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാകാം. അതുണ്ടാവാതിരിക്കാനാണ് യജ്ഞം ചെയ്ത് ധർമ്മത്തെ നിലനിർത്തേണ്ടത്. ഇതാണ് യജ്ഞത്തിന്റെയും ധർമ്മത്തിന്റെയും ആവശ്യകത. എത്ര ക്രിയാഫലം ധർമാഖ്യം പരേ ബ്രഹ്മണി, പരബ്രഹ്മത്തിൽ, യജ്ഞപുരുഷേ, യജ്ഞപുരുഷനാകുന്ന ഈ പരബ്രഹ്മത്തിൽ, സർവ ദേവതാലിംഗാനാം, എല്ലാ ദേവതകളെയും പ്രകാശിപ്പിക്കുന്ന അടയാളങ്ങളുടെ ലിംഗം, അടയാളം. സർവദേവതാലിംഗാനാം മന്ത്രാണാം,
മന്ത്രങ്ങൾ എല്ലാ ദേവതകളെയും പ്രകാശിപ്പിക്കാനുള്ള അടയാളങ്ങളാണ്. മന്ത്രാണം അർത്ഥനിയാമകതയാ. അതുകൊണ്ട് അർത്ഥത്തെ നിയമിപ്പിക്കലാണ് ഈ മന്ത്രങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം എന്നാണ്. മുഖ്യമായി ഉപാസിക്കത്തക്കതാണ്. അർത്ഥമായി ഭവിച്ച ദേവന്മാരുടെ നിയാമകൻ എന്ന ഭാവത്തിൽ ദേവന്മാരെ നിയമിപ്പിക്കുന്നവൻ, അതാത് ക്രിയകളിലേക്ക് അതാത് ദേവന്മാരെ എത്തിക്കുന്നു. മന്ത്രാണ് അർത്ഥനിയാമക. മന്ത്രം കൊണ്ടാണ്. ഇപ്പം എന്താണ് സോമായ ഇതം ഹവിഷി യുഹോമി എന്നൊരു മന്ത്രം പറഞ്ഞാൽ അവിടെ സോമൻ ആണ് നിയോഗിക്കപ്പെട്ടത്. അത് മാറ്റി അടുത്തത് ഇന്ദ്രായോഷൻ എന്ന് പറഞ്ഞാൽ അടുത്തത് ഇന്ദ്രന് വേണ്ടിയിട്ടാണ്. അപ്പോ ഈ മന്ത്രങ്ങളാണ് അതാത് ദേവതകളെ നിയോഗിക്കുന്നത്, വിനിയോഗം ചെയ്യുന്നത്. യജ്ഞപുരുഷേ സർവദേവതാലിംഗാന മന്ത്രാണാം അർത്ഥനിയാമകതയാ സാക്ഷാത്കർത്തരി. സാക്ഷാത്കർത്താവായിരിക്കുന്ന യജ്ഞപുരുഷനെ പരേ ബ്രഹ്മണി യജ്ഞപുരുഷേ സാക്ഷാത്കർത്തനി സർവദേവതാലിംഗാന മന്ത്രാണാം അർത്ഥനിയാമകതയാ പരദേവതായാം ഭഗവതി വാസുദേവേ. അങ്ങനെ പരദേവതയായി പരമമായ ദേവതയാണ് പരദേവത, ഉത്കൃഷ്ടമായ ദേവത എന്നുള്ള പരദേവതയുടെ അർത്ഥം. അങ്ങനെ എന്താണ് ഈ പരമമായ ബ്രഹ്മത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നതും യജ്ഞസ്വരൂപനും പരബ്രഹ്മസ്വരൂപനുമായ ഭഗവതി വാസുദേവേ ഏവ. വാസുദേവ ഭഗവാന് തന്നെ, ഭഗവതി വാസുദേവേ ഏവ, ഭഗവാനായ വാസുദേവനിൽ തന്നെ ഭാവയമന ചിന്തിച്ചുകൊണ്ട് ആത്മനൈപുണ്യ മർദ്ദിത കഷായം, ആത്മനൈപുണ്യം കൊണ്ട്, ആത്മാവിന്റെ സാമർത്ഥ്യം കൊണ്ട്, ബലം കൊണ്ട് മർദ്ദിതം തൂത്തുവാരിയത്, മാറ്റിക്കളഞ്ഞത്, ഇല്ലായ്മ ചെയ്തത് എന്നർത്ഥം. കഷായം, കഷായം എന്ന് വെച്ചാൽ മാലിന്യം എന്നർത്ഥം. അപ്പം എല്ലാ വിഷയവാസനകളാകുന്ന കഷായത്തെയും നീക്കിക്കളഞ്ഞിട്ട് ആത്മനൈപുണ്യ മർദ്ദിത കഷായോ ഹവിഷുകളിൽ അത്യുജുക്കളാൽ ഗൃഹ്യമാനേഷു സ്വീകരിക്കപ്പെടുമ്പോൾ യജമാനു, ആ യജമാന് യജ്ഞഭാജോ, യജ്ഞത്തെ ആശ്രയിക്കുന്നവനായിട്ട് ദേവാൻ താൻ പുരുഷാവയവേഷു അഭ്യഥായത്, ദേവന്മാരെ അതാത് പുരുഷാവയവങ്ങളിലേക്ക് അഭ്യഥായത്, അഭിധ്യാനിച്ചു കൊണ്ടിരുന്നു. ഈ ഇവിടെ ഭരതൻ എന്നർത്ഥം. അതായത് ഈ യജ്ഞത്തിൽ സംഭവിക്കുന്നത് യജമാനൻ എന്ന ആൾ എപ്പോഴും ധ്യാനനിരതനായിരിക്കൽ മാത്രമേ വേണ്ടൂ. ബാക്കിയുള്ളവരാണ്, ഹോതാവാണ് ഹോമിക്കുന്നത്, അധ്വരിയാണ് ദേവതകളെ നിർദ്ദേശിക്കുന്നത്, ഉദ്ഗാതാക്കൾ ഉറക്ക പാടുകയാണ് ചെയ്തിട്ട്, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലികളാണ്. അപ്പം ഓരോ മന്ത്രം കൊണ്ട് അതാത് ഹവിഷുകളാകുന്ന ചമതക്കപ്പുകളോ അല്ലെങ്കിൽ നെയ്യോ കയ്യിലെടുത്തിട്ട് അതാത് ദേവതകളെ പേര് വിളിച്ച് ആഹ്വാനം ചെയ്ത് അഗ്നിയിലേക്ക് ഹവനം ചെയ്യുമ്പോൾ അതാത് ദേവതകൾ പ്രത്യക്ഷപ്പെട്ട് അത് സ്വീകരിച്ചു കൊണ്ടുപോകും. ഈ അവസ്ഥയെ ഭരതൻ കണ്ടത് പരബ്രഹ്മസ്വരൂപനായ സാക്ഷാൽ അരൂപമായ ബ്രഹ്മചൈതന്യത്തിന്റെ അംഗങ്ങളാണ്, ഭാഗങ്ങളാണ് ഇതെല്ലാം. ഇതിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവതകളൊക്കെയും വാസ്തവത്തിൽ മഹാവിഷ്ണു എന്ന തേജസ്സിലേക്ക് ലയിച്ചു ചേർന്ന് ഒന്നാകുന്നവരാണ് ഇവരെല്ലാം. അതുകൊണ്ട് ഈ യജ്ഞത്തെ മുഴുവനും താൻ മഹാവിഷ്ണുവായിട്ട് സങ്കല്പിച്ചു. യജ്ഞഭാവനയിൽ മഹാവിഷ്ണുവിനെ സമ്പൂർണമായിട്ട് ഭാവന ചെയ്തു. ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഓരോ ദേവതകളും യജ്ഞക്രിയകളും ഒക്കെ ഈ വിരാട് സ്വരൂപനായ ഭഗവാന്റെ അംഗങ്ങളാണ്, അംശങ്ങളാണ് എന്ന് താൻ ഭാവന ചെയ്ത് ധ്യാനിച്ച് ഉറപ്പിച്ചപ്പോൾ തൻ്റെ ഉള്ളിൽ
അതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കാലുഷ്യങ്ങളും നീക്കി മനസ്സ് പരസ്പരം സുഹൃത്തേക്ക് ലയിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. യജ്ഞത്തിന്റെ ഫലം അതാണ്. അത് ഇദ്ദേഹം അനുഭവിച്ചുകൊണ്ടേ എന്ന് ഒന്ന് വ്യാഖ്യാനിച്ചു. അതുകൊണ്ടാണ് ഈ അവിടെ എന്താ ധർമ്മം എന്ന വാക്ക് അപൂർവമായ ഫലം സിദ്ധിക്കുന്നു. അദ്ദേഹം ധർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. മന്ത്രങ്ങൾ ഓരോ ദേവതമാരെ പ്രകാശിപ്പിക്കുക ചെയ്യുക. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു, ഈശാൻ, കുബേരൻ എന്നിങ്ങനെ ഓരോ ദേവതമാരെ നിയന്ത്രിച്ച് അതിനെ പ്രേരിപ്പിച്ചുകൊണ്ട് സാക്ഷാൽ ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടിയാണ് ഇത് മുഴുവൻ സമർപ്പിക്കുന്നത്. അതായത് ദേവതകൾക്ക് വേണ്ടിയല്ല എന്നിങ്ങനെയുള്ള നിരന്തരമായ ആശ്രയം കൊണ്ട് ഭജനം കൊണ്ട് മനസ്സ് പ്രസന്നമായി അതിലെ മാലിന്യങ്ങളെല്ലാം നീക്കി സ്വർഗാദി ലോകങ്ങൾ പോലും ആഗ്രഹമുണ്ടാകാതെ ഓരോ കർമ്മവും അഗ്നിയെ ഓർപ്പിക്കാൻ വേണ്ടി ഹവിസ്സെടുത്ത് മന്ത്രമുച്ചരിക്കുമ്പോൾ യജമാനനായ ആ രാജാവ് ആ മന്ത്രദേവതകളായ സൂര്യൻ, അഗ്നി, ഇന്ദ്രൻ, യമൻ, വരുണൻ ഇവരെയൊക്കെ ഭഗവാന്റെ ഓരോരോ അംഗങ്ങളായിട്ട് സങ്കല്പിച്ച് ധ്യാനിച്ച് ഭഗവാനിൽ നിന്നും ഭിന്നമായി ഒന്നിനെയും ധ്യാനിച്ചില്ല. യജ്ഞത്തിൽ നൂറുകണക്കിന് ദേവതമാരെ വിളിക്കുമ്പോൾ അതൊക്കെ ഭഗവാൻ തന്നെയാണെന്ന് മാത്രമേ ധ്യാനിച്ചുറപ്പിച്ചുള്ളൂ. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ യജ്ഞത്തിന്റെ വൈശിഷ്ട്യം എന്ന് പറയാൻ വേണ്ടിയാണ്. നാനായോഗേഷു വിദിതംഗക്രിയേഷു അപൂർവം യത്തത്ക്രിയാഫലം ധർമാഖ്യം പരേ ബ്രഹ്മണി യജ്ഞപുരുഷേ സർവദേവതാലിംഗാനാം മന്ത്രാണാമർത്ഥ നിയാമകതയാ സാക്ഷാത്കർത്തരിവദേവതായാം ഭഗവതി വാപുദേവേവ ഭാവയമാന ആത്മനൈപുണ്യമൃതകഷായോ ഭവിഷ്വത്വജുഭൃഹ്യമാനേഷു സയജമാനോ യജ്ഞഭാജോ ദേവാംസ്താൻ പുരുഷാവേവേഷു അഭ്യധ്യായത് സംപ്രചരിത്സു നാനായോഗേഷു വിദിതംഗക്രിയേഷു അപൂർവം യത്ക്രിയാഫലം ധർമാഖ്യം പരേ ബ്രഹ്മണി യജ്ഞപുരുഷേ സർവദേവതാലിംഗാനാം മന്ത്രാണാമർത്ഥനിയാമകതയാ സാക്ഷാത്കർത്തൃദേവതായ ഭഗവതി വാസുദേവേവ ഭാവയമാന ആത്മ നൈപുണ്യമൃതകഷായോ ഹവിഷ്വത്വജൃഹ്യമാനേഷു സയജമാനോ യജ്ഞഭാജോ ദേവാംസ്താൻ പുരുഷാവേവേഷു അഭ്യധ്യായത്. ഒന്നുകൂടെ വായിക്കണോ? കിട്ടിയോ സാറേ? നാനാ യാഗേഷു ആണോ നാനാ യോഗേഷു ആണോ? യാഗേഷു. യാഗേഷു അതിന് യോഗേഷു എന്നുണ്ടാവും പുസ്തകത്തിൽ. യാഗേഷു എന്നല്ലേ പുസ്തകത്തിലുള്ളൂ. സാറ് വായിച്ചപ്പോ എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ടാണ് ചോദിച്ചത്. അല്ലല്ല, ഞാൻ അർത്ഥം നാനാ യാഗങ്ങൾ അർത്ഥം പറഞ്ഞാണല്ലോ പോയത്. യോഗം എന്നൊരു ആശയം അവിടെ വരുന്നില്ല. ഞാനത് ഉദ്ദേശിച്ചിട്ടുമില്ല. അറിയില്ല, നാവ് കഴിച്ചോന്നറിയില്ല. ഞാൻ അർത്ഥം പറഞ്ഞപ്പോഴൊക്കെ യാഗം 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 എന്നുള്ള അർത്ഥം തന്നെയാ പറഞ്ഞേ. അല്ലേ, വായിച്ചപ്പോ എനിക്ക് തെറ്റുപറ്റിയതായിരിക്കും സാറേ, കേട്ടപ്പോ. ഒന്നുകൂടെ വായിക്കണോ? നാനായാഗേഷു തന്നെ സാർ വായിച്ചത്. ആ, ഒന്നുകൂടെ വായിക്കണോ? സാർ അവിടെ സ യജമാനോ പിന്നെ ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, അത് ഇതിനകത്തില്ല. യജ്ഞപാകേഷു എന്നാണോ? യജമാനോ യജ്ഞഭാജോ ദേവാംസ്ഥാൻ പുരുഷാവേഷു അഭ്യധ്യായ. ഒരു വാക്കിലില്ല. യജ്ഞഭാഗോ എന്നാണോ? യജ്ഞഭാജോ. ഭാജോ. ഭാജോ ഇല്ല. യജ്ഞഭാജോ ദേവാംസ്ഥാൻ. കിട്ടിയോ? എന്നുള്ള വായിക്കണോ? കിട്ടി സാറേ. ഒന്നുകൂടെ ഒന്ന് വായിക്കാം സാറേ. ശരി ശരി. സംപ്രചരിത്സു നാനായോഗേഷു വിരചിതംഗക്രിയേഷു അപൂർവം. അതിനെ രണ്ടായിട്ട് വായിക്കാം, ഒന്നിച്ചു വായിക്കാം. വിരചിതംഗക്രിയേഷു അപൂർവം എന്നും അംഗക്രിയേഷു അപൂർവം എന്ന് വേണം ഒന്ന് പതിച്ചറിഞ്ഞ് ഇത് വായിക്കാം. സംപ്രചരിത്സു നാനായോഗേഷു വിരചിതംഗക്രിയേഷു അപൂർവം യത്തത് ക്രിയാഫലം ധർമാഖ്യം. പരേ ബ്രഹ്മണി ഒന്നിച്ച് വായിക്കണം.
പരേ കഴിഞ്ഞ് ബ്രഹ്മണി എന്ന് പറയുന്നത്. ധർമാഖ്യം പരേ ബ്രഹ്മണി യജ്ഞപുരുഷേ സർവദേവതാലിംഗാനാം മന്ത്രാണാമർത്ഥനിയാമകതയാം സാക്ഷാത് കർത്തരി പരദേവതായാം ഭഗവതി വാസുദേവേവ ഭാവയമാന, അവിടെയും ഭാവയമാന ഒന്നിച്ച് വായിക്കണം. ആത്മനൈപുണ്യമൃദിത കഷായോ ഹവിഷു അധ്വജിഭിഹി, അവിടെയും പദം തിരിച്ചു വായിക്കാം. അല്ലെങ്കിൽ ഹവിഷ്വധ്വജിഭിഹി എന്നൊന്നിച്ച് കിട്ടുകയില്ലെങ്കിൽ ഹവിഷു അധ്വജിഭിഹി ഗൃഹ്യമാണേഷു സയജമാനോ യജ്ഞഭാജോ ദേവാംസ്താൻ പുരുഷാവയവേഷു അഭ്യധ്യായത് പുരുഷാവയവേഷു അഭ്യധ്യായത് പംപ്രതൽസു നാനായോഗേഷു വിരചിത അംഗക്രിയേഷു അപൂർവം യത്തത്ക്രിയാഫലം ധർമാഖ്യം പരേ ബ്രഹ്മണി യജ്ഞപുരുഷേ സർവദേവതാലിംഗാനാം മന്ത്രാണാം അർത്ഥനിയാമകതയാ സാക്ഷാത്കർത്തരി പരദേവതായാം ഭഗവതി വാസുദേവേവ ഭാവയമാന ആത്മനൈപുണ്യമൃതകഷായോ ഹവിഷ്വധ്വജിഭിർഗൃഹ്യമാണേഷു സയജമാനോ യജ്ഞഭാജോ ദേവാംസ്താൻ പുരുഷാവയവേഷു അഭ്യധ്യായത്. കിട്ടിയോ? ഏവം കർമ്മവിശുദ്ധ്യാ വിശുദ്ധസത്വസ്യ അന്തർഹൃദയാകാശശരീരേ ബ്രഹ്മണി ഭഗവതി വാസുദേവേ മഹാപുരുഷരൂപോപലക്ഷണേ ശ്രീവത്സൗസ്തു വനമാല അരിതരഗദാദിഭിः ഉപലക്ഷിതേ നിജപുരുഷ ലിഖിതേന ആത്മനി പുരുഷരൂപേണ വിരോചമാന ഉച്ചൈസ്തരാം ഭക്തിരനുദിനമേധാം ഏധമാനരജായതാം. ഏവം ഇങ്ങനെ കർമ്മവിശുദ്ധി, ഇങ്ങനെയാണ് കർമ്മത്തിന് വിശുദ്ധി ഉണ്ടാകുന്നത്. സങ്കല്പം ശുദ്ധമായാലേ കർമ്മം വിശുദ്ധമാവുള്ളൂ. യജ്ഞം ചെയ്യുമ്പോൾ അതാത് ദേവതകളെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇരുന്നാൽ നൂറുകണക്കിനുള്ള ദേവതകളെ വിളിച്ച് മനസ്സ് വൈവിധ്യമാർന്ന വിഷയങ്ങളിലേക്ക് പോയി കലുഷിതമാകും. അത് വരാതെ ഏതൊക്കെ മന്ത്രം കൊണ്ട് ഏതൊക്കെ ദേവതകളെ വിളിച്ചാലും അതെല്ലാം വിഷ്ണുവിലേക്ക് ചേരുന്നു എന്ന് വിഷ്ണു സ്വരൂപത്തെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ആ വിഷ്ണുവാണ് പരബ്രഹ്മമെന്ന് ഉള്ളിൽ ധ്യാനിച്ചുറപ്പിച്ചുകൊണ്ട് ഏവം കർമ്മവിശുദ്ധിയ, ഇങ്ങനെ കർമ്മം വിശുദ്ധമായി. അതുകൊണ്ട് എന്തായി? വിശുദ്ധ തത്വസ്യ അന്തർഹൃദയ ആകാശ ശരീരേ ബ്രഹ്മണി ഭഗവതി വാസുദേവേ. അപ്പൊ എന്താണ് സംഭവിച്ചത്? വിശുദ്ധ സത്വം, സത്വഗുണം അപ്പോഴും ഉണ്ട്, അത് വിശുദ്ധ സത്വമായി. സത്വഗുണം കൂടി ഇല്ലാണ്ടാവണം. അപ്പൊ തമസ് രജസിലടങ്ങി, രജസ് സത്വത്തിലടങ്ങി, സത്വം വിശുദ്ധ സത്വത്തിലടങ്ങി പതുക്കെ സത്വവും ഇല്ലാതായി ഗുണാതീതൻ ആയിത്തീരണം എന്നാണ്. അപ്പം ഹൃദയാകാശമാകുന്ന അന്തർഭാഗത്ത്, അന്തർഹൃദയാകാശ ശരീരെ, ഇവിടെ ശരീരത്തിന് സ്ഥാനം എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. അപ്പൊ ഹൃദയാകാശ ശരീരെ വിശുദ്ധമായ സത്വഗുണത്തിന്റെ അന്തർഭാഗത്തിലുള്ള ഹൃദയമാകുന്ന ശരീരത്തിൽ ബ്രഹ്മണി ഭഗവതി, ബ്രഹ്മസ്വരൂപനായ ഭഗവാനിൽ വാസുദേവനിൽ മഹാപുരുഷരൂപ ഉപലക്ഷണേ, മഹാപുരുഷനായ ആ വിരാട് പുരുഷന്റെ സ്വരൂപത്തെ ഉപലക്ഷണമായി കണ്ടുകൊണ്ട് ശ്രീവത്സ കൗസ്തുഭ വനമാല അരി ധര ഗദാദിഭിഹി ഉപലക്ഷിതേ. എന്നിട്ട് ശ്രീവത്സം ധരിച്ചവൻ, കൗസ്തുഭം ധരിച്ചവൻ, വനമാല ധരിച്ചവൻ, അരി ചക്രം, ധരം ശംഖ്, ഗദ തന്നെ ആദിഭിഹി ഈ ആയുധങ്ങളാൽ ഉപലക്ഷിതേ കാണപ്പെട്ട് നിജപുരുഷ ഹൃദയ ലിഖിതേന ആത്മനി, എന്താ അവിടെ തൻ്റെതായ താൻ ഇത്ര സമയവും ധ്യാനിച്ചുറപ്പിച്ചുകൊണ്ടെന്ന് നിജ പുരുഷ ഹൃലിഖിതേന ഹൃദയത്തിൽ എഴുതി വരച്ചു വെച്ചിരിക്കുന്ന ആ സ്വരൂപത്തോടെ ആത്മനി തൻ്റെ ഉള്ളിൽ പുരുഷരൂപേണ വിരോചമാന
പുരുഷസ്വരൂപത്തിൽ ശോഭിക്കുന്ന ഉച്ചൈസ്തരാം ഏറ്റവും ഉന്നതമായ ഭക്തി അനുദിനം ഭക്തി ഓരോ ദിവസവും ഏധമാന വർദ്ധിപ്പിച്ചുകൊണ്ട് ഏധമാന അയാജയത അജായത ഉണ്ടായി ഏധമാനരയ വർദ്ധിക്കുന്ന വേഗത്തോടെ ഉണ്ട്. രയം വേഗം, ഏധമാനം വർദ്ധിക്കുന്നു, വർദ്ധിച്ചു വരുന്ന വേഗതയോടെ അജായത ഉണ്ടായി എന്നർത്ഥം. മറ്റൊരു ഫലകാംക്ഷ ഇല്ലാത്തത് കൊണ്ട് ഹൃദയം പരിശുദ്ധമായി. നമ്മളൊക്കെ എത്ര ഫൽക്കർമ്മം ചെയ്യുമ്പോഴും നമ്മളുടെ ഹൃദയത്തിൽ ഭൗതികമായ ആശകൾ, അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഹൃദയം പരിശുദ്ധമാവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ കാണുന്ന ഭക്തന്മാരുടെ ഒന്നും ഹൃദയം ശുദ്ധമാവാത്ത കൊണ്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മറ്റൊരു ഫലകാംക്ഷ ഇല്ലാതെ ഈ യജ്ഞകർമ്മം അനുഷ്ഠിച്ചത് കൊണ്ട് ആ രാജാവിന്റെ ഉള്ളു മുഴുവൻ കാമരാഗദ്വേഷാദികളായിരിക്കുന്ന ഓരോരോ ദുർഗുണങ്ങളിൽ നിന്നും മുക്തി നേടി. അങ്ങനെ മുക്തി നേടിയപ്പോഴോ ഭഗവാന്റെ സ്വരൂപത്തെ ആത്മാവിൽ അങ്ങനെ പ്രകാശിച്ചു കണ്ടു. ഭഗവത് സ്വരൂപത്തെ അപ്പോൾ മാത്രമേ കാണാൻ പറ്റൂ. ഭഗവത് സ്വരൂപത്തെ ഉള്ളിൽ കാണണമെങ്കിൽ മാലിന്യങ്ങളൊക്കെ മാറണം. കാമരാഗദ്വേഷാദികൾ ഉള്ളിൽ നിന്ന് ഇരുന്നാൽ ഭഗവാന് കയറിയിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇവര് ക്യൂ നിൽക്കുകയാണ്. കാമം, രാഗം, ദ്വേഷം, അസൂയ, ഡംഭ, ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ വന്ന് കയറിയിരിക്കാൻ ക്യൂ നിൽക്കുമ്പോൾ ആ ക്യൂവിന്റെ ഏറ്റവും പുറകിൽ പോയി നിൽക്കുന്നവരും ഭഗവാൻ. ഇവര് ചിലപ്പോ കയറി ഇറങ്ങി പോവുകയില്ല. അപ്പൊ കുറെ സമയം നിന്നിട്ട് ഭഗവാൻ തിരിച്ചു പോകേണ്ടി വരും. അതേ സമയത്ത് ഇവരാരും ഇല്ല എങ്കിൽ ഭഗവാൻ ഓടി കയറി ഉള്ളിൽ വന്ന് ഉറച്ചിരുന്നു. അങ്ങനെയാണ് ഭഗവത് സ്വരൂപത്തെ ഉള്ളിൽ ഉറപ്പിക്കാൻ പറ്റുന്നത്. അതിന് വിശുദ്ധമായ കർമ്മം കൊണ്ട് തന്നെ ഈ ഭാവത്തെ ഉറപ്പിച്ചു വെച്ചിട്ട് ഭഗവാന്റെ പുരുഷസ്വരൂപത്തെ തന്റെ ഉള്ളിൽ പ്രകാശിച്ചു കണ്ടു. എന്താണ് ആ സ്വരൂപം? ശ്രീവത്സം ധരിച്ചത്, കൗസ്തുഭം ധരിച്ചത്, വനമാല ധരിച്ചത്, ശംഖ്, ചക്രം, ഗദ മുതലായ ആയുധങ്ങൾ, ആ എല്ലാവിധ ഭൂഷണങ്ങളും ഒക്കെ ധരിച്ച് അതെല്ലാം വെവ്വേറെ വെവ്വേറെ ഓരോന്നായിട്ട് തന്നെ കണ്ടു. കൗസ്തുഭം കണ്ടു, ശ്രീവത്സം കണ്ടു, വനമാല കണ്ടു, ചക്രം കണ്ടു, ശംഖ് കണ്ടു. ഇതെല്ലാം ഒന്നിച്ചല്ല, ഓരോന്നായിട്ട് കണ്ട് അത് വെവ്വേറെ ആയിട്ടല്ല കാണുന്നത്. ഓരോന്നായിട്ട് കണ്ട് ഒന്നിൽ ഒരിടത്ത് തന്നെയാണ്, അല്ല പലയിടത്തായിട്ടല്ല. അങ്ങനെ കണ്ടപ്പോൾ ആ ഹൃദയമാകുന്ന ആ സ്ഥലത്ത്, ആകാശത്ത് നന്നായി തിളങ്ങിക്കാണുന്ന സർവ്വവ്യാപകനായ ആ ഭഗവത് സ്വരൂപത്തെ ബ്രഹ്മം തന്നെയാണെന്ന് അറിഞ്ഞ് കൽപ്പിച്ച് ഉപാസന ചെയ്തു. അല്ലേ? ആദ്യം ദേവതകളായിരുന്നു. ആ ദേവതകൾ വിഷ്ണുവിലേക്ക് ലയിച്ചു. വിഷ്ണുവിന്റെ ഓരോ അവയവങ്ങളെ ഒന്ന് പ്രത്യേകം കണ്ട് ഒന്നാക്കി അതും ബ്രഹ്മത്തിലേക്ക് ലയിപ്പിച്ചു. ഒന്നുമില്ല, ശുദ്ധശൂന്യം. അങ്ങനെ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മമാണെന്നറിഞ്ഞു. അങ്ങനെയുള്ള ദിവ്യവിഗ്രഹത്തിൽ ഓരോ ദിവസവും തന്റെ പരമപ്രേമം കൊണ്ട് ഭക്തിയുണ്ടായി സ്വരൂപത്തെ ധ്യാനിച്ച് ഉറപ്പിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിയും. ഇതൊക്കെ ഭരതന്റെ ക്വാളിറ്റിയാണ്. ഇനിയും പറയാൻ പോകുന്ന കഥകളിലേക്ക് വരുമ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഭരതനെ നമ്മൾ കാണാൻ പോകുന്നത് എന്ന് എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കണം. ഇത്രയ്ക്ക് യോഗ്യത നേടിയ, പരമഹംസന്മാർക്ക് പോലും ലഭിക്കാനാവാത്ത ഒരു യോഗ്യത നേടിയ ഒരു ചക്രവർത്തിയാണ് ഈ ഭരതൻ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഏവം കർമ്മ വിശുദ്ധ്യാം വിശുദ്ധ ഭക്തസ്യ അന്തർഹൃദയാകാശ ശരീരേ ബ്രഹ്മണി ഭഗവതി വാസുദേവേ മഹാപുരുഷരൂപോപലക്ഷണേ ശ്രീവത്സകൗസ്തുഭ വനമാല അരിതരഗദാഭിധിഭിഃ ഉപലക്ഷിതേ നിജ പുരുഷ ഹൃലിഖിതേനാത്മനി പുരുഷരൂപേണ വിരോചമാന ഉച്ചൈസ്തരാം ഭക്തി അനുദിനം ഏധമാനതയാ അജായതാം. ഏവം കർമ്മവിശുദ്ധ്യാ വിശുദ്ധസത്വസ്യ
അന്തർഹൃദയാകാശ ശരീരേ ബ്രഹ്മണി ഭഗവതി വാസുദേവേ മഹാപുരുഷരൂപ ഉപലക്ഷണേ ശ്രീവത്സ കൗസ്തുഭ വനമാല അരി ധര ഗദാദിഭിഃ ഉപലക്ഷിതേ നിജപുരുഷ ഹൃല്ലിഖിതേന ആത്മനി പുരുഷരൂപേണ വിരോചമാന ഉച്ചൈസ്തരാം ഭക്തിഃ അനുദിനം ഏധമാനരയാ അജായതാം. ഏവം കർമ്മ വിശുദ്ധ്യാ വിശുദ്ധഭക്തസ്യ അന്തർഹൃദയാകാശ ശരീരേ ബ്രഹ്മണി ഭഗവതി വാസുദേവേ മഹാപുരുഷരൂപോപലക്ഷണേ ശ്രീവത്സകൗസ്തുഭവനമാലാരിതരഗദാദിഭിഃ ഉപലക്ഷിതേ നിജപുരുഷഹൃല്ലിഖിതേനാത്മനി പുരുഷരൂപേണ വിരോചമാന ഉച്ചൈസ്തരാം ഭക്തിഃ അനുദിനമേധമാനതയാ അജായതാം. ഇതിൽ സംശയമുണ്ടോ? കുഴപ്പമില്ല. ഏവം വർഷായുധ സഹസ്രപര്യന്ത അവഫിതകർമ്മ നിർമ്മാണാവസരോധിഭുജ്യമാനം സ്വതനേഭ്യോ പരിക്തം പിതൃപൈതാമഹം യഥാദായം വിഭജ്യ സ്വയം ഫകരസമ്പന്നികേതാത് സ്വനികേതാത് പുരഹാശ്രമം പ്രഭൗരാജാം. ഏവം ഇങ്ങനെ വർഷായുധ സഹസ്രപര്യന്ത അവഫിത കർമ്മ നിർവ്വാണ അവസരോ. വർഷ അയുത സഹസ്രം, അയുത സഹസ്രം എന്നുള്ളത് കണക്കൂട്ടുമ്പോൾ 1 കോടിയോളം വരും. 1 കോടിയോളം സംവത്സരക്കാലം വർഷ ആയുധ സഹസ്ര പര്യന്തം അവഫിത കർമ്മം, ആ അത്രയും സംവത്സരക്കാലം കർമ്മം ചെയ്തുകൊണ്ട് കർമ്മത്തെ പൂർത്തീകരിച്ചപ്പോൾ, 1 കോടി എന്നൊക്കെ പറയുന്ന വാർത്ത നമ്മുടെ ഇന്നത്തെ സങ്കല്പത്തിന് എത്തിച്ചേരാൻ പറ്റില്ല. നമ്മൾക്ക് അനേക ദിവ്യവത്സരങ്ങൾ എന്ന അർത്ഥത്തെ സ്വീകരിച്ചാൽ കോടി എന്നുള്ള വാക്കിന് അഗ്രം എന്നൊരർത്ഥം കൂടിയുണ്ട്. സംഖ്യ എന്ന് മാത്രമല്ല പലയിടത്തും അത് ഉപയോഗിക്കാം. ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം വില്ലിന്റെ അഗ്രം എന്നാണ്. അപ്പൊ ഇവിടെയും ആ എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനത്തിലേക്ക്, കോടിയിലേക്ക് എത്തിച്ചേരുന്ന കാലം എത്രയോ അത്രയും എന്ന് മാത്രം അർത്ഥം എടുത്താൽ ഇതും നമ്മൾ സങ്കല്പത്തിൽ ഒരിക്കലും 1 കോടി വർഷം ഒന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഏവം വർഷായുധ സഹസ്രപര്യന്ത അവഫിത കർമ്മ നിർവ്വാണ അവസരവും, കർമ്മത്തിന്റെ നിർവ്വാണം, അതിലെ ലക്ഷ്യം, അതാണ് മോക്ഷം. ആ അവസരത്തിൽ അധിഭുജ്യമാനം, ആ അവസരത്തിന് വേണ്ടി അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരുന്നതും, കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിർവ്വാണത്തിനുള്ള അവസരം അങ്ങനെ അനുഭവിച്ചുകൊണ്ട് അധിഭുജ്യമാനം സ്വതനേഭ്യ, സ്വന്തം പുത്രന്മാർക്കായിക്കൊണ്ട് രിക്തം ധനം പിതൃപൈതാമഹം, അച്ഛന്റെയും മുത്തച്ഛന്റെയും വഴി കിട്ടിയതിനെ യഥാദായം അവകാശ അനുസരണം, ദായം അവകാശമാണ്, അവകാശത്തിന് അനുസരിച്ച് വിഭജിച്ചിട്ട് സ്വയം സകല സമ്പന്നികേതാ, തന്നെത്താൻ എല്ലാ സമ്പത്തിന്റെ നികേതത്തിൽ നിന്നും, സമ്പത്തുകളുടെ വാസസ്ഥാനമായ തന്റെ വീട്ടിൽ നിന്നും, സകല സമ്പന്നികേതാത് സ്വനികേതാത്, സ്വന്തം നികേതത്തിൽ നിന്നും പുലഹാശ്രമത്തിലേക്ക് പ്രവഭൂരാജ പുറപ്പെട്ടു പോയി. ഇങ്ങനെ വളരെ കാലം നീണ്ടു നിന്ന കർമ്മവും ആ രാജ്യപരമാണ് രണ്ടും ഒന്നിച്ച് നിർവഹിച്ചു കൊണ്ടുപോയി. അവസാനം കർമ്മത്തിൽ വിരക്തി വന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സമയമായപ്പോൾ തന്റെ ധനം എല്ലാവർക്കും ഭാഗിച്ചു കൊടുത്തു. അപ്പോഴാണ്, അതുവരെ കൊടുക്കണം എന്നില്ല.
ബാക്കിയെല്ലാം ത്യജിച്ച് ലക്ഷ്യത്തിലേക്ക് പോകാൻ പോകുമ്പോൾ തൻ്റെതായി ഉണ്ടായിരുന്ന ധനം മുഴുവനും അനന്തര അവകാശികൾക്ക് അവരവർക്ക് കിട്ടേണ്ട ഭാഗം അനുസരിച്ച് ഭാഗിച്ച് എന്ത് ചെയ്യണം, കൊടുക്കണം. ഇത് ആ സമയത്താണ്, ആദ്യമല്ല ഇടയ്ക്കുമല്ല, ഈ അന്തിമ സമയത്താണ് അത് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആ സമയത്ത് ഭരതൻ വേണ്ടവണ്ണം അതെല്ലാം ചെയ്തിട്ട്, അതും എങ്ങനെയാണ് അവിടെ തനിക്ക് പരമ്പരയാ ലഭിച്ച ധനത്തെ, ധനം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരു രാജാവിനെ സംബന്ധിച്ച് രാജഭണ്ഡാരങ്ങളുണ്ട്, രാജ്യമുണ്ട്, സൈന്യമുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനെല്ലാം ആ പുത്രന്മാർക്ക് വേണ്ടി ഭാഗിച്ചു കൊടുത്തിട്ട് എല്ലാ സമ്പത്തുകളെയും ആശ്രയമായ രാജ്യത്തിൽ നിന്നും പുലഹാശ്രമത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഏവം വർഷായുധ സഹസപര്യന്ത അവസിത കർമ്മ നിർവാണാവസരോ അധിപുജ്യമാനം സ്വതനേഭ്യോരിക്തം പിതൃവൈതാമഹം യഥാദായം വിഭജ്യ സ്വയം സകല സമ്പന്നികേതാത് സ്വനികേതാത് പുലഹാശ്രമം പ്രവരാജ. ഏവം വർഷായുധ സഹസ്രപര്യന്താവസിത കർമ്മ നിർവാണാവസരോ അധിഭുജ്യമാനം സ്വതനേഭ്യോരിക്തം പിതൃവൈതാമഹം യഥാദായം വിഭജ്യ സ്വയം സകല സമ്പന്നികേതാത് സ്വനികേതാത് പുലഹാശ്രമം പ്രവരാജ. അത് കിട്ടിയതാണോ? എന്തെങ്കിലും ആശങ്കയുണ്ടോ? എത്ര വാവ ഭഗവാൻ ഹരിരദ്യാവി തത്തത്യാനം നിജജനാനം വാത്സല്യേന സന്നിധാപ്യത ഇച്ഛാരൂപേണ. എത്ര വാവ ഭഗവാൻ, വാ എന്നും വാ എന്നുമൊക്കെ ഓരോ അവ്യയശബ്ദങ്ങളാണ്. യാതൊന്നിൽ ആണോ ഇവിടെ ഹായും വായും വായും ഒക്കെ ഒന്ന് പ്രസക്തിയെ കാണിക്കുന്നു, ഒന്ന് നിശ്ചയം കാണിക്കുന്നു, ഒന്ന് തീർച്ചയെ കാണിക്കുന്നു, ഓരോ അവ്യയങ്ങളാണ്. തീർച്ചയായിട്ടും ഭഗവാൻ ഹരിഹി, ഐശ്വര്യപൂർണനായ ഭഗവാൻ വിഷ്ണു അദ്യാപി ഇപ്പോഴും തത്രത്യാനം അവിടെയുള്ള നിജജനാനാം തന്റെ ജനങ്ങളുടെ നേരെയുള്ള വാത്സല്യം കൊണ്ട് വാത്സല്യേന സന്നിധാപ്യത സന്നിധാനം ചെയ്യുന്നു. ഇച്ഛാനുരൂപേണ ഇഷ്ടാനുസരണം. ഈ പുലഹാശ്രമത്തിന്റെ വൈശിഷ്ട്യം പറയാം. എന്തിനാണ് അങ്ങോട്ട് പോയത്? പുലഹാശ്രമത്തില് ശ്രീഹരി ആ ദിക്കിലുള്ള ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ തന്നെ സ്വരൂപത്തോടുകൂടി സാന്നിധ്യം ചെയ്യുന്നു എന്നുറപ്പായത് കൊണ്ടാണ് അങ്ങോട്ട് പോയത്. ശ്രീഹരിയുടെ സാന്നിധ്യം ഇല്ലാത്ത സ്ഥലത്തേക്കാണെങ്കിൽ ഇത്ര കാലം ചെയ്തൊക്കെ വ്യക്തമാണ്. അതുണ്ടാവാതിരിക്കാൻ ഭഗവത് സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പുലഹാശ്രമത്തിലേക്ക് യാത്രയായി. എത്ര വാവ ഭഗവാൻ ഹരിരദ്യാപീതത്വത്യാനാം നിജജനാനാം വാത്സല്യേന സന്നിധാപ്യത ഇച്ഛാരൂപേണ. എത്ര വാവ ഭഗവാൻ ഹരിരദ്യാപീതത്വത്യാനാം നിജജനാനാം വാത്സല്യേന സന്നിധാപ്യത ഇച്ഛാരൂപേണ. എത്ര ആശ്രമപദാനി ഉഭയതോ നാഭിഭിഃ ഉഭയോതോ നാഭിഭിഃ ദൃഷച്ചക്രൈഃ ചക്രനദീനാമ പരിപ്രവരോ സർവത പവിത്രീകരോതി. അവിടുത്തെ ഇനി ആ ആശ്രമത്തിന്റെ വൈശിഷ്ട്യത്തെ കുറിച്ച് പറയാൻ പോവാ. അവിടെ ആകട്ടെ എത്ര ആ പുലഹാശ്രമത്തിൽ ആശ്രമപദാനി അവിടെയുള്ള സ്ഥാനങ്ങളെ ഉഭയതോ രണ്ടു വശത്തും നാഭി എന്നതിന് ദ്വാരം സുഷിരം എന്നാണ്. രണ്ടു വശത്തും കിഴുത്തയുള്ള സുഷിരങ്ങളുള്ള ഉഭയതോ നാഭിഭിഃ ദൃഷച്ചക്രൈഃ ദൃഷത്ത് കല്ലാണ്, ചക്രം വൃത്താകൃതിയിലുള്ള കല്ല്, അതാണ് ദൃഷച്ചക്രൈ. അതുകൊണ്ട് ചക്രനദീ നാമ പരിപ്രവര. അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ പേര് ചക്രനദി എന്നാണ്.
അത് സർവത എല്ലായിടത്തെയും പവിത്രീകരോധി പരിശുദ്ധമാക്കി ചെയ്യും. ചക്രവതിയുടെ ഒരു മാഹാത്മ്യം, അവിടെ ചക്രാകൃതിയിലുള്ള ഉരുളൻ കല്ലുകൾ ധാരാളം അതിനകത്തുണ്ട് എന്ന് മാത്രമല്ല, അതിന് രണ്ടു വശത്തും സുഷിരുണ്ട്. അതിൽ കൂടി വെള്ളം കയറി ഇപ്പുറത്തിറങ്ങും. അതുകൊണ്ട് ചക്രങ്ങളുടെ മധ്യത്തിൽ കൂടി വെള്ളം ഒഴുകി പോരുന്നത് കൊണ്ട് ചക്രനദി എന്നതിന് പേര് കൊടുത്തു. ഇങ്ങനെയുള്ള ഉരുളൻ കല്ലുകൾ വെള്ളമൊഴുകി പരിശുദ്ധമായ കല്ലുകൾ ആണ് പിൽക്കാലത്ത് ഫാളഗ്രാമം എന്ന പേരിൽ അറിയപ്പെട്ടത്. അതിനാണ് ഫാളഗ്രാമശില എന്ന് വിളിക്കുന്നത്. അത് ധാരാളം കിടക്കുന്ന ആ നദിക്ക് പിന്നീട് ഗണ്ഡകി എന്ന് പേരായി. അപ്പം ചക്രനദി എന്നുള്ള നദി എന്തുകൊണ്ടാണ് ചക്രനദിയുടെ പേര് വന്നത്? അത് പിൽക്കാലത്ത് ഗണ്ഡകി എന്ന ഒരു പുണ്യനദിയായി പരിശുദ്ധമായി. അങ്ങനെയുള്ള ഫാളഗ്രാമ ദ്വാരങ്ങളിൽ കൂടി ഒഴുകുന്ന ചക്രനദി ആ പ്രദേശത്തെ മുഴുവൻ പരിശുദ്ധമാക്കിക്കൊണ്ടിരുന്നു. ഇത് പുലഹാശ്രമത്തിലെ നദിയുടെ ഒരു വൈശിഷ്ട്യമാണ്. എത്ര ആശ്രമപദാന്യുഭയതോ നാഭിഭർ ദൃഷചക്രൈ ചക്രനദീനാമ ഫരിത്പ്രവരാ പർവത പവിത്രീകരോതി. എത്ര ആശ്രമപദാനി ഉഭയതോ നാഭിഭിഃ ദൃഷചക്രൈ ചക്രനദീനാമ ഫരിത്പ്രവരാഃ പർവത പവിത്രീകരോതി. എത്ര ആശ്രമപദാന്യുഭയതോ നാഭിഭിർദൃഷചക്രൈശ്ചക്രനദീനാമ ഫരിത്പ്രവരാഃ പർവത പവിത്രീകരോതി. അത് എല്ലായിടത്തുനിന്നും എല്ലാ പ്രദേശത്തെയും അത് പരിശുദ്ധമാക്കിക്കൊണ്ടൊഴുകുന്ന നദിയാണ് അത്. തസ്മിൻ ഹ വാവകില ഏകല. തസ്മിൻ അതിൽ ആ നദിയിലെ ഹ വാവകില ഏകല പുലഹാശ്രമോപവനെ വിവിധ കുഫുമ കിഫലയ തോഷിക അംബുഭി കന്ദമൂല ഫലോപഹാരേശ്ച സമീഹമാനോ ഭഗവത ആരാധനം വിവിക്ത ഉപരത വിഷയാഭിലാഷ ഉപഭൃതോപശമ പരാം നിർവൃതിമവാപാം. തസ്മിൻ ആ നദിയിൽ ഹ തീർച്ചയായിട്ടും വാ അദ്ദേഹം ചില ഫഹ ഏകല ഏകലൻ ഏകത്തിൽ ലയിച്ചവൻ, ഏകമായ ബ്രഹ്മത്തിലേക്ക് ലയിച്ചു പോകുന്നവനായ ഒറ്റയ്ക്ക് പോകുന്നവനായ ആ ഭരതൻ ഏകലഹ പുലഹാശ്രമ ഉപവനേ. പുലഹാശ്രമത്തിന്റെ ഉദ്യാനത്തിൽ ഉപവനത്തിൽ അവിടെ വിവിധ കുസുമ പലതരത്തിലുള്ള പൂക്കൾ, കിഫലയങ്ങൾ തളിരിലകൾ, തുളസിക ചെറിയ തുളസിച്ചെടികൾ, അംബുഭിഹി അതിൽ നിന്ന് വീഴുന്ന വെള്ളം കൊണ്ടും, കന്ദ മൂല ഫലോപഹാരേശ്ച കിഴങ്ങുകള്, വേരുകള്, പഴങ്ങൾ മുതലായിരിക്കുന്ന ഉപഹാരങ്ങളെ കൊണ്ട്, ആഹാരങ്ങളെ കൊണ്ട് സമീഹമാനഹ കഴിച്ചുകൂട്ടി ഭഗവത ആരാധനം ഭഗവാന്റെ ആരാധനത്തെ വിവിക്ത ഒറ്റയ്ക്ക് ഏകാന്തനായി ഉപരത വിഷയാഭിലാഷ വിഷയാഭിലാഷങ്ങളിൽ നിന്നൊക്കെ ഉപരതി പ്രാപിച്ച് ഉപപ്രതോപശമ വർദ്ധിച്ച ആ ശാന്തിയോട് കൂടിയവനായിട്ട് പരമമായ സമൃദ്ധിയെ പ്രാപിച്ചു. ഇതാണ് പുലഹാശ്രമത്തിലെത്തിയ. ഇങ്ങനെയുള്ള ആശ്രമാന്തരീക്ഷത്തിലേക്ക് പോകുന്നത് എന്തിനാണ് എന്ന് ഒന്ന് സൂചിപ്പിക്കലാണ്. അതായത് ഏകനായിട്ട് വേണം ആശ്രമത്തിലേക്ക് പോകാൻ. ഒരു സംഘമായിട്ട് ഒന്നിച്ചു പോയി കണ്ട് രസിച്ച് തെരിച്ചു കളിച്ച് വരാനുള്ളതല്ല ആശ്രമ ദർശനം. ഏത് ആശ്രമങ്ങളിലും പോകേണ്ടത് ഏകനായിട്ട് തന്നെ പോകണം. ആ ആശ്രമത്തിന്റെ ചുറ്റും പലതരത്തിലുള്ള പുഷ്പങ്ങള്, മനോഹരങ്ങളായ തളിരിലകൾ, തുളസി, അവയിൽ നിന്ന് വീഴുന്ന വെള്ളം, ആ വെള്ളം കൊണ്ട് എന്ത് ചെയ്യണം? ദാഹം ശമിപ്പിക്കണം. പൂക്കളിൽ നിന്നും തളിരിലകളിൽ നിന്നും തുളസീതലങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം വേണം വെള്ളം കുടിക്കാൻ. കിഴങ്ങുകള്, ഫലങ്ങള്, വേരുകള് ഇതൊക്കെ എന്ത് ചെയ്യണം? ആഹാരമാക്കി ഉപയോഗിക്കാം.
ഇത് ചെയ്തുകൊണ്ട് ഭഗവാന്റെ ആരാധന നടത്തി എല്ലാ വിഷയാശകളിൽ നിന്നും വിട്ട് ചിത്തവൃത്തികളെല്ലാം അടക്കി ഉപശമത്തെ പ്രാപിച്ചുകൊണ്ട് ഏകാന്ത സ്ഥാനത്തിൽ ഇരിക്കുമ്പോഴാണ് ശാന്തി കിട്ടുന്നത്. ആ ശാന്തിയാണ് സുഖത്തിന് കാരണം. അതുകൊണ്ടാണ് ഗീത അശാന്തസ്യ കുത സുഖം, അശാന്തന് എവിടെ സുഖം? ശാന്തി അനുഭവിക്കാത്തതിന് സുഖം കിട്ടില്ല. നമ്മളിപ്പോ സുഖം സുഖം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, അശാന്തിയിൽ വരുന്ന സുഖമാണ്. അതുകൊണ്ട് വിഷയാശകൾ സമ്പൂർണമായിട്ടും ശമിച്ച് ഏകാന്തത്തിൽ വസിച്ച് അല്ലാതെ സുഖാനുഭവം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ ആശ്രമത്തിൽ കിട്ടുന്ന സുഖത്തിന്റെ പേരാണ് സുഖം എന്ന്. വീട്ടിൽ അനുഭവിക്കുന്ന എല്ലാ സുഖവും ദുഃഖം തന്നെയാണ്. ദുഃഖലേശമില്ലാത്ത സുഖം ഇതേപോലുള്ള ആശ്രമത്തിൽ നിന്നും അനുഭവിക്കാൻ പറ്റും. തസ്മിൻ ഭവാപകിലസ ഏകര പുരഹാശ്രമോപവനെ വിവിധ കുസുമ കിഫലയാം കോസിക അംബുഭി കന്ദമൂലഫലോപഹാരൈശ്ച സമീഹമാനോ ഭഗവതഃ ആരാധനം വിവിക്ത ഉപരത വിഷയാഭിലാഷ ഉപപസോപശമ പരാം നിർവൃതിമവാപാം തസ്മിൻ ഭവാപകിലസ ഏകര പുരഹാശ്രമോപവനെ വിവിധ കുസുമ കിഫലയ സ്വാസികാംബുഭി കന്ദമൂലഫലോപഹാരൈശ്ച സമീഹമാനോ ഭഗവത ആരാധനം വിവിക്ത ഉപരത വിഷയാഭിലാഷ ഉപപസോപശമ പരാം നിർവൃതിമവാപാം. വാക്കുകൾ എടുത്താൽ സമയം താമസിക്കില്ലേ? നിന്റെ ഗദ്യമാണ്. പിന്നെ ഒരു ഗദ്യ ഒരു ശ്ലോകവും കൂടിയുണ്ട്. സമയം ആയി നമുക്കിന്ന് ഉപസംഹരിക്കാം. 12 മുതൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിയേക്കാം. താമസിച്ചാണ് തുടങ്ങിയെങ്കിലും തീരാൻ ചിലപ്പോൾ 5 മണിയാവുമായിരിക്കും. ബാക്കി അടുത്ത ദിവസം എടുക്കാം. അടുത്ത ദിവസം അല്ലെങ്കിൽ നീണ്ട ഗദ്യ ആയതുകൊണ്ട് അത് പദച്ഛേദം ചെയ്ത് അർത്ഥം പറഞ്ഞു പോകുമ്പോൾ താമസിച്ചിട്ടുണ്ട്. ആശ്രമത്തിൽ എങ്ങനെയാണ് അദ്ദേഹം കഴിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞ അവിടെ തീരുകയാണ്. ഒരു മന്ത്രോപാസനയോട് കൂടിയാണ് കഴിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞ അവിടെ ഉപസംഹരിക്കുകയാണ്. അടുത്ത ദിവസം നോക്കാം. പിന്നെ ഭരതന്റെ കഥയിലേക്ക് പോവാം. പിന്നെ അങ്ങോട്ട് കഥയാണ്. ഉപരതി എന്നുള്ള വാക്ക് എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും? രതി എന്നുള്ള വാക്കിന്റെ അർത്ഥം താല്പര്യം എന്നാണ്. രതി. ഉപ എന്നുള്ള വാക്കിന്റെ അർത്ഥം സമീപം, അടുത്ത് എന്നാണ്. ബ്രഹ്മത്തിന്റെ സമീപത്തിലേക്കുള്ള രതിയാണ് ഉപരതി. ബ്രഹ്മത്തിന്റെ സമീപത്തിലേക്ക് എത്താനുള്ള രതിയാണ് ഉപരതി. അതിലേക്ക് എത്തുമ്പോൾ ബാക്കി വഴികളൊക്കെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കേണ്ടത്. നമ്മൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു വഴി കൂടെ പോയാൽ പറ്റും. അപ്പൊ ബാക്കി വഴിയൊക്കെ എന്ത് ചെയ്യണം? അങ്ങനെ അതൊക്കെ ഉപേക്ഷിച്ച് ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഉപരതി എന്ന വഴിയിലേക്ക് എത്തിയാൽ. ഉപരതി അല്ല, മാർഗമാണ്. ഉപരതി മാർഗമാണ്. അപ്പം ഈ സാധനാ ചതുഷ്ടയത്തിൽ വരുന്നതാണല്ലോ. അതെ, അങ്ങനെ അതാണ് അധികാരി ആവുള്ളൂ. അത്രയും ആവുമ്പോഴാണ് അധികാരം നേടുന്നത്. വഴിയിൽ എത്തിക്കഴിഞ്ഞെങ്കിലേ അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. ശരി സാർ. സംശയങ്ങളില്ലെങ്കിൽ പ്രസംഗിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി. Namaste, sir.
നമസ്തേ നമസ്തേ സാർ.